പീരിയഡ്സ്. അതിനെക്കുറിച്ച് ഇപ്പൊ പിള്ളേർക്കൊക്കെ എങ്ങനെ പറഞ്ഞു കൊടുക്കാം? പോട്ടെ, അവർക്ക് ആദ്യം പീരിയഡ്സ് ആവട്ടെ, എന്നിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അയ്യാ, ബോയ്സിനൊക്കെ ഇപ്പൊ എന്തിനാ പീരിയഡ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്? അവർക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. പീരിയഡ്സിനെ കുറിച്ചല്ലേ? അച്ഛൻ വീട്ടിലില്ലാത്ത സമയം നോക്കിയിട്ട് ഞാൻ നിനക്ക് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ ഇത്രയൊക്കെ അറിഞ്ഞാൽ മതി. ഇനി ബാക്കിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിന്റെ സ്കൂളിൽ പഠിപ്പിച്ചു തരുന്നേ. ഷെടാ, ഈ പെണ്ണ് എന്താ കാണിച്ചേ? അതിലൊക്കെ പോയി തൊട്ടോ? എനിക്കിപ്പോ പീരിയഡ്സ് ആയിരിക്കുമല്ലേ? ഇതൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഹായ് എവരിവൺ, ദിസ് ഇസ് അന്നപൂർണ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾക്ക് പീരിയഡ്സിനെ കുറിച്ചുള്ള അറിവ് പകർന്നു കൊടുക്കുമ്പോൾ പാരന്റ്സ് ചെയ്യാറുള്ള മിസ്റ്റേക്സ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. പണ്ടുള്ള പാരന്റ്സ് ഒക്കെ പീരിയഡ്സിനെ കുറിച്ച് അധികം സംസാരിക്കാറോ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറോ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴുള്ള പാരന്റ്സ് അങ്ങനെയല്ല. പീരിയഡ്സ് എന്നത് ഒരു ടാബു ടോപ്പിക്കായി കാണാതെ കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കണം എന്നുള്ള ഒരു അവയർനെസ് ഒക്കെ ഉണ്ട്. സ്റ്റിൽ എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു മെന്റൽ ബ്ലോക്ക് ഉണ്ട്. അത് മാത്രമല്ല, പണ്ടത്തെ ആ മൈൻഡ് സെറ്റിൽ നിന്ന് മാറാത്ത ഒരു ചെറിയൊരു ശതമാനം ആളുകൾ ഇപ്പോഴും ഉണ്ട്. അവർ ചെയ്യാറുള്ള മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. 8 mistakes parents make when teaching kids about parents. Number 1, not teaching or not giving detailed knowledge. വളരെ കുറച്ച് ശതമാനമാണെങ്കിലും ഇപ്പോഴും ഉണ്ട് ചില പാരന്റ്സ് ഒക്കെ കുട്ടികൾക്ക് പീരിയഡ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാത്തവരായിട്ട്. പിന്നെ നല്ലൊരു ശതമാനം പാരന്റ്സും അധികം ഡീറ്റെയിൽഡ് അല്ലാതെ കുറച്ച് വേഗമായിട്ടാണ് നോളേജ് ഷെയർ ചെയ്യാറുള്ളത്. ജസ്റ്റ് ഇതൊരു ഗേൾസ് ടോപ്പിക് ആണ്, മന്ത്ലി വൺസ് ബ്ലീഡിംഗ് ഉണ്ടാവും, പാഡ് യൂസ് ചെയ്യണം, അത്രേ ഉള്ളൂ, കഴിഞ്ഞു, പീരിയഡ്സ് അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് നോളേജ് ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നവർ. മോസ്റ്റ്ലി ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നവർ എയ്തർ ഇതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ പീരിയഡ്സിനെ കുറിച്ച് അവർക്ക് അത്രേ അറിയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും കുട്ടികൾക്ക് പീരിയഡ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഇൻഡെപ്ത് നോളേജ് പാരന്റ്സ് ഗെയിൻ ചെയ്യാനായിട്ട് നോക്കുക. അത് മാത്രമല്ല, പീരിയഡ്സിനെ ഒരു ടാബു ടോപ്പിക് ആയിട്ട് കാണുന്ന ആ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ മാറ്റി ഡിസ്കംഫർട്ട് ഒക്കെ ഒഴിവാക്കാനും നോക്കുക. നമ്പർ 2, not teaching at an appropriate age. ഫസ്റ്റ് എല്ലാവരും ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ പാരന്റ്സ് നിങ്ങൾക്ക് പീരിയഡ്സിനെ കുറിച്ച് പറഞ്ഞു തന്നത് എപ്പോഴാണ്? നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ എപ്പോഴാണ് പറഞ്ഞു കൊടുത്തത്? അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് പ്ലാൻ ഇട്ടിരിക്കുന്നത് ഏത് വയസ്സിലാണ്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഫസ്റ്റ് പീരിയഡ്സ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു 10 or 12 വയസ്സൊക്കെ ആവട്ടെ എന്നല്ലേ. അതാണ് മിസ്റ്റേക്ക് നമ്പർ 2, നോട്ട് ടീച്ചിങ് അറ്റ് ആൻ അപ്രോപ്രിയേറ്റ് ഏജ്. ഈ ചോദ്യത്തിന് കറക്റ്റ് ആൻസർ എന്താണെന്നാൽ, ഫസ്റ്റ് പീരിയഡ്സ് ആവുമ്പോഴേക്കും കുട്ടികൾക്ക് അതിനെക്കുറിച്ച് നല്ലൊരു അവയർനെസ്സും നല്ലൊരു ഐഡിയയും ഉണ്ടാവണം. അപ്പോൾ ഏത് ഏജ് സ്റ്റാർട്ട് ചെയ്യാം? ഇപ്പോഴൊക്കെ ഒരു 10 വയസ്സാകുമ്പോൾ തന്നെ കുട്ടികൾക്ക് പീരിയഡ്സ് ആയി തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഒരു 8 or 9 വയസ്സാകുമ്പോൾ തന്നെ കുട്ടികൾക്ക് പീരിയഡ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു തുടങ്ങാം. അപ്പോൾ അവരൊക്കെ അത് നല്ലപോലെ അബ്സോർബ് ചെയ്ത് മൈൻഡിൽ പ്രോസസ് ചെയ്യാനായിട്ട് ഒരു നല്ലൊരു ഗ്യാപ്പ് കിട്ടും. നമ്പർ 3, റിലൈങ് ഓൺ സ്കൂൾസ് ടു ഗിവ് പീരിയഡ്സ് നോളേജ്. ചില പാരന്റ്സ് വിചാരിക്കും ഇതൊക്കെ എന്തായാലും സ്കൂളിലൊക്കെ പഠിപ്പിക്കും, അത് മതി, നമ്മളിപ്പോൾ എങ്ങനെയാ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക എന്ന്. ചിലർ നേരത്തെ പറഞ്ഞ പോലെ വേഗമായിട്ടൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പറയും ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്കൂളിൽ പഠിപ്പിക്കും എന്ന്. ഈ 2 തോട്ട്സും വലിയൊരു മിസ്റ്റേക്ക് ആണ്. കാരണം എന്താണെന്നാൽ, ഒന്നാമത്തെ കാര്യം, സ്കൂൾസിൽ ഇതിനെ കുറിച്ചെല്ലാം പഠിപ്പിക്കുന്നത് 9th സ്റ്റാൻഡേർഡിലാണ്. അപ്പോഴേക്കും ഭൂരിഭാഗം ഗേൾസിനും ഓൾറെഡി പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അതുവരെ അവർ ഇതിനെ കുറിച്ചൊന്നും അറിയാതെ ഇരുന്നാൽ എങ്ങനെ ഉണ്ടാവും? രണ്ടാമത്തെ കാര്യം, സ്കൂൾ സിലബസിലെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന സെക്ഷനിൽ ഒരു പാർട്ടായിട്ടാണ് പീരിയഡ്സിനെ കുറിച്ച് പറയാറുള്ളത്, അല്ലാതെ അതൊരു സെപ്പറേറ്റ് സെക്ഷൻ ആയിട്ട് പറയാറില്ല. അത് മാത്രമല്ല, മിക്ക ടീച്ചേഴ്സും അത് അധികം ഡീറ്റെയിൽഡ് ആയിട്ടല്ലാതെ ജസ്റ്റ് വേഗമായി പറഞ്ഞു പോവാറാണ് ഉള്ളത്. ഇനി ചില സ്കൂൾസിലൊക്കെ പീരിയഡ്സ് അവയർനെസ് ക്ലാസ്സസ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. ബട്ട് സ്റ്റിൽ പാരന്റ്സ് ഹാവ് ടു ഡു ദെയർ പാർട്ട്. അല്ലാതെ സ്കൂൾസിൽ പഠിപ്പിക്കുമെന്ന് പറഞ്ഞ് കുട്ടികൾക്ക് പാരന്റ്സിൽ നിന്നും കിട്ടേണ്ട നോളേജ് കിട്ടാതെ പോകരുത്. നമ്പർ 4, നോട്ട് ടീച്ചിങ് അബൌട്ട് ദ മെന്റൽ ആസ്പെക്ട്സ് റിലേറ്റഡ് ടു പീരിയഡ്സ്. പീരിയഡ്സിനെ കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ നോർമലി ഫിസിക്കൽ ആസ്പെക്ട്സ് ആണ് പറയാറുള്ളത്. അതായത് പീരിയഡ്സിന്റെ ടൈമിൽ ബോഡിയിൽ എന്തൊക്കെ ചേഞ്ചസ് വരും, അപ്പൊ എന്തൊക്കെ മെൻസ്ട്രൽ പ്രോഡക്ട്സ് യൂസ് ചെയ്യണം, എങ്ങനെ ഹൈജീനിക് ആയിട്ട് ഇരിക്കണം, ഇതൊക്കെ മാത്രമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത്. ഇതിനോടൊപ്പം ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മെന്റൽ ഓർ ഇമോഷണൽ ചേഞ്ചസ് എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന ഒരു നോളേജ് കൂടി ഷെയർ ചെയ്യേണ്ടത്. പ്രീ മെൻസ്ട്രൽ സിംറ്റംസ് അഥവാ PMS എന്നാൽ എന്താണ്, ബോഡിയിലെ ഹോർമോണൽ ചേഞ്ചസ് കാരണം ഉണ്ടാവുന്ന മൂഡ് സ്വിങ്സ്, ഷുഗർ ക്രേവിങ്സ്, ഇതൊക്കെ എന്താണെന്നുമെല്ലാം കുട്ടികൾക്ക് ഒരു നല്ല അവയർനെസ് വേണം. ഇല്ലെങ്കിൽ അവർ വിചാരിക്കും എന്തിനാണ് ഞാനിപ്പോ വെറുതെ സാഡ് ആവുന്നത്, ഇതൊക്കെ ഓർത്ത് അവർ കൂടുതൽ ഡിപ്രസ്ഡ് ആവുകയാണ് ചെയ്യുക. ഇത് നോർമൽ ആണ്, അത് മാത്രമല്ല ടെമ്പററി ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ കിഡ്സ് വിൽ ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. അതിനെക്കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ പാരന്റ്സിന് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോളേജ് വേണം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് അറിയില്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുക, കുട്ടികൾക്കും ആ അറിവ് പകർന്നു കൊടുക്കുക. നമ്പർ 5, ഓൺലി മദേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ടീച്ചിങ് അബൌട്ട് പീരിയഡ്സ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഞാൻ ഇതുവരെ ഈ വീഡിയോയിൽ അമ്മമാർ എന്നൊരു വേർഡ് യൂസ് ചെയ്തിട്ടില്ല. പാരന്റ്സ് രണ്ടുപേരും ഇൻവോൾവ് ആവണം കുട്ടികളുടെ എല്ലാ കാര്യത്തിലും. പീരിയഡ്സിനെ കുറിച്ച് പഠിപ്പിക്കുന്ന കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരിക്കണം. മോസ്റ്റ്ലി എല്ലാ വീട്ടിലും അമ്മമാരായിരിക്കും കുട്ടികൾക്ക് പീരിയഡ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അതും അച്ഛൻ വീട്ടിലില്ലാത്ത സമയം നോക്കിയിട്ടോ
അല്ലെങ്കിൽ ഒരു മുറിയിൽ പോയിട്ട് അമ്മയും കുട്ടിയും മാത്രം ഇരുന്നിട്ടോ ആയിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. പീരിയഡ്സിനെ ഒരു ടാബു ടോപ്പിക് ആയിട്ട് കാണാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണിത്. പീരിയഡ്സ് എന്നാൽ ഹിഡൻ കാര്യമാണ്, ആരും അറിയാതെ സീക്രട്ട് ആയിട്ട് ഗേൾസ് മാത്രം സംസാരിക്കേണ്ട ഒരു കാര്യമാണ് എന്നെല്ലാം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നത്. നേരെ മറിച്ച് രണ്ട് പാരന്റ്സും ഇൻവോൾവ് ആവുക. തുടക്കത്തിൽ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിൽ ഡാഡ്സ് പാസീവ് ആയിട്ടാണെങ്കിലും ഇൻവോൾവ് ആവുക. അമ്മമാരാണ് മെയിൻ ആയി പറഞ്ഞു കൊടുക്കുന്നതെങ്കിലും അച്ഛൻ കൂടെയുള്ളപ്പോൾ ഡിസ്കസ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കുട്ടികൾക്കും ഒരു ഡിസ്കംഫർട്ട് തോന്നില്ല. ഇൻ കേസ് അമ്മ വീട്ടിലില്ലാത്തപ്പോൾ അച്ഛനോട് സാനിറ്ററി പാഡ് വേണം, അതൊന്ന് വാങ്ങിക്കൊണ്ട് വരുമോ എന്നൊക്കെ പറയണമെങ്കിൽ അവർക്ക് അത് കാഷ്വൽ ആയി തോന്നും. ഒപ്പം പീരിയഡ്സ് എന്നത് ഒരു നാച്ചുറൽ പ്രോസസ് ആണ്, നത്തിങ് ടു ബി ഹിഡൻ എന്നും അവർ അവെയർ ആകും. നമ്പർ 6, നോട്ട് ടീച്ചിങ് ബോയ്സ് അബൌട്ട് പീരിയഡ്സ്. പീരിയഡ്സ് എന്നത് ഗേൾസിന്റെ കാര്യമാണ്. അപ്പൊ പാരന്റ്സ് പീരിയഡ്സിനെ കുറിച്ച് ഗേൾസിനെ പറഞ്ഞു കൊടുക്കും. പക്ഷെ ഗേൾസിന് പറഞ്ഞു കൊടുക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ബോയ്സിനും പറഞ്ഞു കൊടുക്കുക എന്നത്. അത് മിക്ക പാരന്റ്സും ചെയ്യാത്ത ഒരു കാര്യമാണ്. ഗേൾസ് ആൻഡ് ബോയ്സ് ഉള്ള വീട്ടിലെ ബോയ്സ് അറ്റ്ലീസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പീരിയഡ്സിനെ കുറിച്ച് പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ബോയ്സ് മാത്രമുള്ള വീട്ടിൽ ഒരു 90% പാരന്റ്സും പീരിയഡ്സിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാറില്ല. പീരിയഡ്സ് എന്നത് അവരെ റിലേറ്റ് ചെയ്യുന്ന കാര്യമല്ല. സോ എന്തിനാ ഇപ്പൊ നമ്മൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം? എന്തായാലും അവർ വലുതാകുമ്പോൾ ഇതൊക്കെ പഠിച്ചോളും എന്ന് വിചാരിക്കും. കറക്റ്റ് ആണ്, അവർ വലുതാകുമ്പോൾ എന്തായാലും പഠിച്ചോളും. പക്ഷെ അവർ പഠിക്കുന്ന കാര്യങ്ങൾ എത്ര കറക്റ്റ് ആണ്, എത്ര ഇൻഫോർമേറ്റീവ് ആയിട്ടാണ് അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നൊന്നും നമുക്ക് അത്ര ക്ലിയർ ആയി പറയാൻ പറ്റില്ല. അതുകൊണ്ട് പീരിയഡ്സിനെ കുറിച്ച് പാരന്റ്സ് തന്നെയാണ് ബോയ്സിനും പറഞ്ഞു കൊടുക്കേണ്ടത്. പീരിയഡ്സ് എന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നും അതിനെക്കുറിച്ചുള്ള പ്രോപ്പർ നോളേജ് ബോയ്സിന് ഉണ്ടാകുമ്പോൾ തന്റെ കൂടെയുള്ള ഗേൾസ്, അതായത് സിസ്റ്റേഴ്സ്, ഫ്രണ്ട്സ്, ക്ലാസ്മേറ്റ്സ്, ലവർ, വൈഫ്, മകൾ, അമ്മ, ഇവരൊക്കെ എംപത്തിയോടുകൂടി കാണാനായിട്ട് അവർ പഠിക്കും. എങ്ങനെ സപ്പോർട്ടീവ് ആവാമെന്ന് മനസ്സിലാക്കും. മെയിൻ ആയിട്ട് ഗേൾസിനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവർ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യും. നമ്പർ 7, നോട്ട് ബീങ് ഓപ്പൺ ടു കിഡ്സ് ക്വസ്റ്റ്യൻസ്. ചില പാരന്റ്സ് എന്ത് ചെയ്യും വെച്ചാൽ പീരിയഡ്സിനെ കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ള അവയർനെസ് ഒക്കെ ഉണ്ടാവും. ഒപ്പം അവർ ഒരു ഏജിൽ പഠിപ്പിക്കുകയും ചെയ്യും. പക്ഷേ ഒരിക്കൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പണികളൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യും. ആക്ച്വലി നമ്മൾ ഇതിനെ ജസ്റ്റ് ഒരു സിമ്പിൾ കാര്യമായി വിചാരിച്ചാലും കുട്ടികൾക്ക് അങ്ങനെ ആയിരിക്കില്ല. അവർ കൂടുതൽ ക്യൂരിയസ് ആയിരിക്കും, കൂടുതൽ ആൻഷ്യസ് ആവും. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ചെയ്യും. അവർ നല്ലപോലെ മനസ്സിലാക്കി കംഫർട്ടബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇറ്റ് വിൽ ടേക്ക് സം ടൈം. അപ്പൊ അവർ വന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്താണ് ഇങ്ങനെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നില്ലേ, അത്രയ്ക്കേ ഉള്ളൂ കാര്യം എന്നൊക്കെ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യരുത്. അത് മാത്രമല്ല അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഓപ്പൺ ആയിട്ടും ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുമുള്ള ഉത്തരങ്ങൾ കൊടുക്കുക. പാരന്റ്സ് തന്റെ കൂടെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നില്ല എന്നറിഞ്ഞാൽ കുട്ടികളും ഓപ്പൺ ആയി സംസാരിക്കില്ല, അവരും ഓരോ കാര്യങ്ങൾ ഹൈഡ് ചെയ്യാൻ തുടങ്ങും. സോ ഓൾവേസ് ബി ഓപ്പൺ ടു യുവർ കിഡ്സ് ക്വസ്റ്റ്യൻസ് അബൌട്ട് പീരിയഡ്സ്. നമ്പർ 8, ടീച്ചിങ് അൺനെസസറി മിത്സ് അബൌട്ട് പീരിയഡ്സ്. പീരിയഡ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നോ ഇല്ലയോ, പക്ഷെ മിക്ക പാരന്റ്സും പീരിയഡ്സിനെ കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത ഉടനെ തന്നെ പീരിയഡ്സ് ടൈമിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഒരു വലിയ ലിസ്റ്റ് തന്നെ ഇറക്കും. അതിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു ഡിസ്കംഫർട്ടും കാണിക്കാറില്ല അല്ലെ. ഒരുപാട് മിത്സ് ഉണ്ടായിരുന്നു പീരിയഡ്സിനെ കുറിച്ച്. ഓരോ ജനറേഷൻ കഴിയുമ്പോഴും അത് കുറയുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അത് ഫുള്ളായി മാറിയിട്ടില്ല. ഇപ്പോഴും പീരിയഡ്സിനെ ഇംപ്യൂർ ആയി കണ്ട് പ്രാർത്ഥനാലയങ്ങളിലൊന്നും പോകാൻ പാടില്ല, വീട്ടിലെ പൂജാമുറിയിൽ കയറാൻ പാടില്ല, തുളസി ചെടിയിലൊന്നും തൊടാൻ പാടില്ല. ഇതുപോലുള്ള ഓരോ മിത്സും ഫോളോ ചെയ്യുന്നുമുണ്ട്. അത് അടുത്ത ജനറേഷന് പാസ് ചെയ്യുന്നുമുണ്ട്. പീരിയഡ്സ് എന്നത് റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണെന്നും ഇതിൽ യാതൊരു അശുദ്ധിയും ഇല്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുകയും വേണം. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത ജനറേഷന് അത് പാസ് ചെയ്യാതിരിക്കുകയും ചെയ്യണം. ഇങ്ങനെയുള്ള മിത്സ് നമ്മൾ പാസ് ചെയ്യുന്നതിലൂടെ ഒരു പെൺകുട്ടിയുടെ സെൽഫ് എസ്റ്റീമും സെൽഫ് കോൺഫിഡൻസുമാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്. താൻ ആ ദിവസങ്ങളിൽ ഇംപ്യൂർ ആണെന്നുള്ള ഒരു കാര്യം മനസ്സിൽ കിടന്നാൽ ഏത് കുട്ടിക്കാണ് നല്ല ബോൾഡ് ആയിട്ട് ഒരു ഗ്രൂപ്പിന്റെ മുന്നിൽ എന്തെങ്കിലും പ്രസന്റ് ചെയ്യാൻ പറ്റുക, തന്റെ ഐഡിയാസ് എങ്ങനെയാണ് നല്ല കോൺഫിഡന്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക? പീരിയഡ്സിന്റെ സമയത്ത് ചെയ്യാൻ പാടില്ലാത്തതായി ഒന്നും തന്നെ ഇല്ല. ഓരോരുത്തരുടെ ബോഡിക്ക് അനുസരിച്ച് ചിലപ്പോൾ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് അധികം റെസ്റ്റ് എടുക്കേണ്ടതായി വന്നേക്കാം. അതല്ലാതെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് റെസ്ട്രിക്ട് ചെയ്യാനായിട്ട് ഒന്നും തന്നെ ഇല്ല. സോ ഡോണ്ട് ടീച്ച് കിഡ്സ് മിത്സ് അബൌട്ട് പീരിയഡ്സ്. ഇതൊക്കെയാണ് പീരിയഡ്സിനെ കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ പാരന്റ്സ് ചെയ്യാറുള്ള മിസ്റ്റേക്സ്. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒക്കെ മിസ്റ്റേക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേഗം തന്നെ കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. ശരിയാണ്, ഇതൊക്കെ ഞാൻ ചെയ്യാറുള്ള മിസ്റ്റേക്സ് ആണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എന്റെ കുട്ടിക്ക് നല്ല രീതിയിൽ പീരിയഡ്സ് നോളജ് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള ഡൗട്ട്സ് ഉള്ളവർക്ക് ഹെൽപ്ഫുൾ ആയിട്ട് ഒരു അടിപൊളി കിഡ്സ് ബുക്ക് തന്നെയുണ്ട്. നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ബുക്കാണ്. അത് മാത്രമല്ല നല്ല അഫോർഡബിൾ പ്രൈസിൽ തന്നെ അവൈലബിളും ആണ്. ആ ബുക്ക് എന്താണെന്നും അതിനെക്കുറിച്ചുള്ള ഒരു റിവ്യൂ ആണ് എന്റെ അടുത്ത വീഡിയോ. സോ അതും മിസ്സാക്കാതെ കാണുക. ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ്. ആസ് ഓൾവേസ്, books are magical, so keep on reading. Bye.